തിളക്കുക പോലും വേണ്ട. പക്ഷെ ചൂടാക്കാതെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിലൂടെ ഈ രോഗാണുക്കൾ സ്പ്രെഡ് ചെയ്യാം. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന അതേ പാക്ക് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്കോ അതേ പാക്ക് പാർസലാരം കൊണ്ടുവരുന്ന സമയത്ത് അവർ പിടിച്ച കവറൊക്കെ ആയിരിക്കും പുറത്ത്. കട്ട കഴിച്ചിട്ട് നമ്മൾ കൈയൊക്കെ ആദ്യം കഴിക്കുന്നുണ്ടാവും. എന്നിട്ട് ഈ കട്ട കഴിക്കലും പിന്നെ ഒരു 4-5 ചെറിയ ചെറിയ കെട്ടുകൾ ഉണ്ടാവും. അതൊക്കെ പാടെ അയക്കുമ്പോഴേക്ക് ആ ഓട്ടലാരം ചെയ്ത ഓന്റെ കയ്യിൽ നിന്ന് വന്ന വൈറസൊക്കെ നമ്മളെ കയ്യിലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൈകാനുള്ള സമയം അവിടെ ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളെല്ലാവരും കൂടി അടിച്ച ഇതൊക്കെ പാടെ അടിച്ചിട്ട് ഉള്ളിൽ കയറ്റിണ്ടാവും. അപ്പൊ അതിന്റെ മഞ്ഞപ്പിത്തവും ടൈഫോയിഡ് വർക്കും ഒക്കെ ഉള്ളിൽ കയറ്റിണ്ടാവും. മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന പരിപാടി മാക്സിമം കൊടുക്കുക. അത്യാഹിത സംഭവങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വാങ്ങുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ കൂടി അത് കൈകാര്യം ചെയ്യുക. ബാക്കിയുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിക്കോ നാളെ നേരം വെക്കുമ്പോഴേക്കോ വെക്കരുത്. പാർസൽ സാധനങ്ങൾ ഒന്നുപോലും നമ്മൾ കയറ്റിയേക്കരുത്. മനസ്സിലായില്ലേ? അത്തരത്തിൽ വളരെ അതേപോലെ പച്ചവെള്ളം വെള്ളത്തിൽ അടിക്കണ ജ്യൂസ് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഒരു ടൂറോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ എവിടെയെങ്കിലും ഒരു പരിപാടിയോ കൊണ്ടുപോകുമ്പോൾ ചിലപ്പം ജ്യൂസ് ചോദിക്കും. ജ്യൂസ് ചോദിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഫ്രൂട്ടി ഒക്കെ സാധ്യത ഉണ്ട്. ഫ്രൂട്ടി ഒന്നും വാങ്ങി കഴിക്കരുത്. നിങ്ങൾ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ചായക്ക് പ്രശ്നമില്ല. ജ്യൂസ് ആണെങ്കിൽ പാലിൽ ചില കുട്ടികളൊക്കെ ഉണ്ടാവും അതിനൊരു കച്ചറായിരിക്കും വാങ്ങി കൊടുക്കില്ല. അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ പാലിലടിക്കണ ജ്യൂസ് വാങ്ങി കൊടുക്കുക. പച്ചവെള്ളത്തിലോ ഈ വെള്ളം തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐസ് ബ്ലോക്ക് ഇടും. ആ ഐസ് ബ്ലോക്ക് വരുന്നത് ഈ വേറെ സ്ഥലത്ത് നിന്ന് അവരുണ്ടാക്കുന്ന ഐസ് ബ്ലോക്ക് അല്ല. ചെറിയ ക്രിസ്റ്റൽ പോലത്തെ ഐസിന്റെ ചെറിയ ട്യൂബുകൾ. ഈ ട്യൂബ് വരുന്നത് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് തണുത്ത വെള്ളം കുടിക്കണം തോന്നുന്ന സമയം ഇപ്പൊ 5 മാസമായിരിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ഏപ്രിൽ മെയ് മാസത്തിന്റെ പ്രത്യേകത എന്താ? ചൂട് കൂടുതലും വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും. കിണറിലൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ഐസ് ഉണ്ടാക്കാനുള്ള വെള്ളം എവിടെ നല്ല പ്യുവർ വാട്ടർ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കിട്ടുന്ന വെള്ളം ഇട്ടിട്ട് ഐസ് ഉണ്ടാവും. ഐസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഈ ഫ്രിഡ്ജിലേക്ക് വെച്ച നല്ല തണുത്ത വെള്ളമാകുമ്പം ഈ പിന്നെ എന്തുണ്ടാവില്ല, വൈറസ് ഒക്കെ ചത്തു പോകുന്നൊരു തോന്നലുണ്ട്. വൈറസ് ഫ്രിഡ്ജിൽ വെച്ചാൽ ചാവൂല. തണുത്ത വെള്ളത്തിൽ വൈറസ് അതിജീവിക്കും. അപ്പൊ അതുകൊണ്ട് ഐസ് ഇടുന്ന വെള്ളം ഐസ് ഇട്ട് കൊടുക്കുന്നപ്പോൾ കല്യാണത്തിന് പോവുകയാണെങ്കിൽ വെൽക്കം ഡ്രിങ്ക് എന്നുള്ള ഒരു പരിപാടി ഉണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയിരിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരും. ഇപ്പൊ ഒക്കെ ഈ ബൊഫെ രീതിയിൽ വന്നതുകൊണ്ട് എന്താണ് ഒരു 4-5 തരം ജ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ കുട്ടികൾ പരീക്ഷിക്കും ചെയ്യും. അപ്പൊ അതിലൂടെ അത് തണുപ്പിക്കാൻ കിട്ടുന്ന ഐസ് നല്ല ഐസ് അല്ലെങ്കിലും പ്രശ്നമില്ല. അത് അവിടെ സപ്ലൈ ചെയ്യുന്ന അയാൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ അങ്ങനെയും എന്ത് വരാം, മഞ്ഞപ്പിത്തം കിട്ടാം, ടൈഫോയിഡ് കിട്ടാം, വയറിളക്ക രോഗങ്ങൾ കിട്ടാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെൽക്കം ഡ്രിങ്ക് ഒഴിവാക്കുക. കല്യാണത്തിന് പോകുമ്പോൾ വെൽക്കം ഡ്രിങ്ക് വേണ്ട. അതല്ല ഈ കരിങ്ങാലി വെള്ളമൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല കേട്ടോ. ചില സദ്യക്കൊക്കെ പോയി ഇപ്പൊ അങ്ങനെ കിട്ടാൻ പ്രയാസമാണ്. അങ്ങനത്തെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ അത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, ഒരു കുഴപ്പമില്ല.